നമസ്കാരം. ഇന്ന് പാൽക്കുറി കടയിലുണ്ടായ കുറച്ച് സംഭവ വികാസങ്ങളാണ്. അത് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കുറച്ച് കാര്യങ്ങളുണ്ടായത്. ഞാൻ ഇന്ന് പാൽക്കുറി കട തുറക്കാൻ പോയി രാവിലെ. അപ്പം ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും മുകളിൽ ജസ്റ്റ് ഒന്ന് പോയിരുന്നതാണ്. സ്കൂളിൽ എന്തോ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണെന്ന് തോന്നുന്നു. അത് ജസ്റ്റ് നല്ല ഫണ്ണി ആയിട്ട് തോന്നി. ഞാൻ മുകളിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാ ആട്ടോക്കാരും കൂടെ ഫ്രണ്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് എന്തോ ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഭയങ്കരമായിട്ട് റൈസായി, സൗണ്ട് ഞാൻ കേട്ടു. അങ്ങനെയാണ് ഞാൻ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കയറി ഷൗട്ട് ചെയ്യാണ് അവർ. അത് ഇന്നലത്തെ എന്തോ ചെയ്തു, ഞാൻ ഇവിടെ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓട്ടോ ഉണ്ടെന്ന് ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ആകെ ആ ചെറുക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന വണ്ടി മാറ്റാൻ പറഞ്ഞെടുത്ത്. ഞാൻ പറഞ്ഞു 5 മിനിറ്റ് കഴിഞ്ഞേ ഒക്കത്തുള്ളൂ, നീ താഴോട്ടിടാൻ പറഞ്ഞു. അവൻ ഒറ്റ വണ്ടിയുള്ളതെന്ന്, വേറെ വണ്ടികളൊന്നുമില്ലെന്ന് ആ ഭാഗത്ത്. അവനത് കേൾക്കാതെ റിവേഴ്സ് എടുത്തിട്ട്, അവനറിയാം ഞാൻ ബാക്കിൽ നിൽക്കുകയായിരുന്നു എന്ന്. അവൻ അറിഞ്ഞുകൊണ്ട് റിവേഴ്സ് എടുത്ത് എന്നെ ഇടിക്കാൻ വന്നു. എൻ്റെ കാലിൽ ടയർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റംപ്റ്റ് മർഡർ തന്നെയാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്ത് ഒരുപാട് എല്ലാവരും, ഒരാളെ നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും എൻ്റെ അടുത്ത് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട്, അവിടെ പാർട്ടി ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് എൻ്റെ അടുത്ത് ചൂടായത്. ഭയങ്കര ഡ്രൈസായി. അത് കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം കഴിഞ്ഞ 1-2 വർഷമായിട്ട് അവിടുന്ന് വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നത് എല്ലാം ഞാനാണ്. ഈ ഓട്ടോക്കാരൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവരാരും എനിക്ക് മാറ്റുന്നില്ല, ഒരാൾ മാറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള എല്ലാ 100% അവകാശമുണ്ട്. പിന്നെ ആദ്യമായിട്ട് ചോദിച്ചത്, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടതിനെ പറ്റിയാണ് ഇവർക്ക് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും വന്ന് അച്ഛനടുത്ത് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം അവർ എല്ലാത്തിനും ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ വണ്ടി വരുന്ന സമയത്ത് ഇവർ മാറ്റി തരത്തില്ലെന്ന്. വലിയ വണ്ടി വരുമ്പം അവർ പറഞ്ഞ് മാറ്റിക്കാറുണ്ട്. അത് സത്യം തന്നെയാണ്. വലിയ വണ്ടി വരുമ്പോൾ മാറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല പിന്നെ വണ്ടി നമ്മളെ കോമ്പൗണ്ടിനകത്തുള്ളൂ, നമ്മൾ സാധനം കൊണ്ടിറക്കുമ്പോൾ അവർ വണ്ടി മാറ്റിയില്ലേ ഒക്കത്തുള്ളൂ. എല്ലായിടത്തും അങ്ങനെയല്ലേ നടക്കുന്നത്. അപ്പോൾ അവരത് സമയത്ത് മാറ്റിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ വരുന്ന സമയത്ത് മാറ്റിയിട്ടില്ല. ഉദാഹരണം, ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആ വീഡിയോ കാണാൻ നിങ്ങൾക്ക് വ്യക്തിയായിട്ട് മനസ്സിലാവും. കടയിലേക്ക് ഇരുമ്പുമായിട്ട് കയറിപ്പോയ ഒരു അവസാനത്തെ നിമിഷത്തിൽ കുറച്ച് വർക്കിന് വേണ്ടി ഇരുമ്പ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ആട്ടോക്കാരൻ കൊണ്ടുവന്ന് കയറ്റിയാണ്. എടുക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് ആ ഇരുമ്പ് നമ്മളെടുത്ത് കൊണ്ടുവച്ചത്. സ്വാഭാവികമായിട്ടും നമുക്ക് കടയുടെ ഏറ്റവും ഫ്രണ്ടിൽ നമുക്ക് വണ്ടി കൊണ്ടിറക്കി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാവുന്ന ഒരു സാധനം റോഡിൽ കൊണ്ടിറക്കി, വേറെ ഒരു പെരടത്തിൽ കൊണ്ടിറക്കി അവിടെ നിന്നാണ് ചുമന്നുകൊണ്ട് പോകുന്നത്. ഇത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ തെളിവായിട്ട് കാണുന്നത്. ഇന്ന് എൻ്റെ അടുത്ത് അവിടുത്തെ ആൾക്കാർ ചോദിച്ചാണ്, എവിടെ തെളിവ്, നീ വീഡിയോ കാണിച്ചിട്ട് പോയാൽ മതി എന്ന ഡയലോഗ് അടിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവർ പറഞ്ഞു വണ്ടി അവിടെ ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കാണാം മീൻസ് ഇട്ടോട്ടെ, നമുക്കെന്തോ ചെയ്യാനാ, നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളൊക്കെ വെറും സാധാരണ ആൾക്കാരാണ്. ഒരു പാർട്ടി ബന്ധവും ഒരു കാര്യമില്ല നമുക്കിവിടെ. എനിക്കൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകും. കേരളം വിട്ടു പോകുന്ന വ്യക്തിയാണ്. എനിക്ക് കേരളം ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം ഇവിടെ നമുക്ക് സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. യൂണിയൻകാരും അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പാർട്ടി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം കോളേജിനകത്ത് നടക്കാം. ഞാൻ പറഞ്ഞ വിഷയം വളരെ സിമ്പിളാണ്. ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. നമ്മളെന്ന് പറയുന്നത്, ഇവർ കട ക്രോസ് ചെയ്ത് കടയുടെ അകത്തോട്ട് വണ്ടി കൊണ്ട് വെക്കുമ്പം അവിടെ ഉള്ള പൊടിയും സൈലൻസറിൽ നിന്ന് വരുന്ന പുകയും ഭയങ്കര പുകയാണ്. അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പുകയാണെന്ന്. ഒരു ദിവസം എത്ര തവണ സെയിം വണ്ടി അവിടെ വരുന്നു എന്ന്, എത്ര തവണ മൂവ് ചെയ്യുന്നു അവർക്കും വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് പൊടിയാക്കുക, അതാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞേക്കുന്നതാണ് എല്ലാം അങ്ങ് പൂട്ടിക്കെട്ടി വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരാൾ പറഞ്ഞത് ഡയലോഗ്, തറയിൽ പൊടിയാണ്, പൊടി തറയിൽ കിടക്കും, അത് വണ്ടി പോകുമ്പോൾ പോകും, എല്ലാം കാര്യമാണ്. ലോജിക്കായിട്ട് പറയാം. നിങ്ങൾ അവിടെ അവിടെ ഓട്ടോ ഇടുന്നതിന് നമ്മളോ ആരും എതിരല്ല, ഇട്ടോ. സഹകരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരാളെ ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവരും സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? പാരലായിട്ട് ഇടുമ്പോൾ നിങ്ങൾക്കും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇത് കടയുടെ അകത്തോട്ട് തന്നെ അവർക്ക് ഇട്ടേ പറ്റത്തുള്ളൂ. ഇത് പഴയ നടന്ന പ്രശ്നം തന്നെയാണ്. പണ്ട് തൊട്ടേ ഇവർ പറയുന്ന 40 വർഷം മുമ്പ് തൊട്ടേ ഇങ്ങനെയാണ്. ആ 40 വർഷം മുമ്പേ എൻ്റെ അപ്പൂപ്പൻ്റെ കാലം തൊട്ടേ ആ സ്ഥലം നമ്മുടേതാണ്. അന്ന് നമ്മൾ അവിടെ ഒന്നും ചെയ്തില്ല. അന്ന് സാമ്പത്തികമായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഒന്നും ചെയ്തില്ല. ഇപ്പം നമുക്ക് അതിനുള്ള സ്ഥിതി വന്ന സമയത്ത് നമ്മളത് ഒരു കട അവിടെ വെച്ചു, പകൽക്കുറി നന്നാവാൻ വേണ്ടി. പകൽക്കുറിക്ക് വേണ്ടി ചെയ്തത്, അത് നമുക്ക് വേണ്ടി ചെയ്തതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ആ എമൗണ്ട് എടുത്ത് എനിക്ക് പഠിക്കാൻ, സത്യം പറഞ്ഞാൽ എനിക്ക് നീറ്റ് PGക്ക് ഗവൺമെൻറ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ പാരിപ്പള്ളിയിൽ PGക്ക് കയറിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് മാനേജ്മെൻറ്റിലായിരുന്നെങ്കിൽ എനിക്ക് ക്ലിനിക്കൽ സീറ്റ് എടുക്കാമായിരുന്നു. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് എമൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ 2 വർഷത്തെ ഫീസിൻ്റെ അറൗണ്ട് വരും. അത്രയും ക്യാഷും അവിടെ ഇറക്കി വെച്ചിട്ട് ഇവരുടെ ഈ പൊടി അടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ എന്ന് പറയുന്നത്.
ഇതാണ് ലോജിക്കായിട്ട് പറഞ്ഞത്. ഒന്ന് അത് മാറ്റി നിങ്ങൾ പാരലാക്കിയിട്, അത് വയ്യ. അവർക്കതിന് താല്പര്യമില്ല, അവർക്ക് അവിടെ സ്ഥലമില്ല. അവർ പറയുന്നത് വെച്ചാൽ സ്കൂളിൻ്റെ പിള്ളേർ വരുന്നു, അത് ചെയ്യുന്നു, മറ്റത് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു പാരിപ്പള്ളിയിൽ നമുക്കറിയാം പാരിപ്പള്ളിയിലെ അവസ്ഥ എന്താണ്, അവരെങ്ങനെയാണ് അവിടെ ഇടുന്നത്. എല്ലാം കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടേക്കുന്നത്. പക്ഷേ എങ്ങനെ ഇടുന്നത്? പാരലായിട്ട്, റോഡിന് പാരലായിട്ട്, ആൾക്ക് ശല്യം ഇല്ലാത്ത രീതിയിൽ. ഇവിടെ അങ്ങനെയല്ല, കടയുടെ അകത്തോട്ട്, ഏറ്റവും അകത്തോട്ട്. വലിയ വണ്ടിയൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയുടെ ഏറ്റവും അകത്തോട്ടൊക്കെയാണ് വരുന്നത് സംഭവം. അപ്പോൾ ആ പൊടിയുടെ അടിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണി എന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാൻ എനിക്കൊരു ഉദ്ദേശവുമില്ല. കാരണം ഒരാളെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം നമുക്കറിയാം, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ തൊട്ട് ക്യാൻസർ ഹോസ്പിറ്റലിൽ തൊട്ട് ന്യൂറോ തൊട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലം വരെ എനിക്കറിയാം. ഓരോ ജീവൻ്റെയും അവരുടെ കഷ്ടപ്പെടുന്നതും കുടുംബത്തിൻ്റെയും എല്ലാ കാര്യവും നമ്മൾ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു ജീവിതം വെച്ച് കളിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല, അതിനുള്ള യാതൊരു അർഹത എനിക്കില്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പം കേസൊന്നും ഞാൻ കൊടുക്കുന്നില്ല. പക്ഷേ അവൻ എൻ്റെ അടുത്ത് റൈസായി അവൻ വന്ന് എൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇടിക്കാൻ വന്നപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന്. പക്ഷേ ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കാനും താല്പര്യമില്ല. പക്ഷേ ഇന്ന് അവർ കൂട്ടമായിട്ട് വന്ന് പറയുകയാണ്, നീ കംപ്ലയിൻറ്റ് കാണിക്ക്, എന്ത് ചെയ്യാൻ നീ കാണിച്ചോളാം. എന്നിട്ട് ഒരു ഭീഷണി സ്വരം ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ, അവന് ലൈഫ് ഉള്ളതുപോലെ നിനക്കും ലൈഫുണ്ട്, നിനക്കും ജോലിയുണ്ട്, നിനക്കും ജീവിതം ഉണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മനസ്സിലാവുമല്ലോ എല്ലാവർക്കും. എന്നെ നശിപ്പിച്ച് കളയാനോ കടയോ നശിപ്പിക്കാനോ ഏതോ ആ രീതിയിലുള്ള ടോക്കാണ് വന്നത്. പിന്നെ വേറെ ആൾ പറഞ്ഞത് അവിടെ തന്നെ വണ്ടി ഇട്ടേക്കും, അതൊക്കെ അവരിഷ്ടം, ഇട്ടോട്ടെ. അവർക്ക് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇങ്ങനെയാണ് ഇവിടെ. എന്തായാലും ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, കടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദികൾ ഇവർ മാത്രമായിരിക്കും. കാരണം എനിക്ക് നല്ല രീതിയിൽ ഭീഷണി, ഇതിനു മുമ്പും ഇത് കണക്ക് നമുക്ക് ഈ കടയുടെ അനുമതി കിട്ടുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇങ്ങനത്തെ കണക്കൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അങ്ങ് ദുബായിൽ നിന്ന് പ്രശ്നം ഉണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടുത്തെ ഒരു വാർഡ് മെമ്പർ, നമ്മുടെ 12 വാർഡ് മെമ്പറും ചേർന്നിട്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു, അവരൊക്കെ എന്നെ അടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ആ ഒരു ഭീഷണി പ്രശ്നം ഒരു 5-6 മാസം മുമ്പ് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതിപ്പോൾ രണ്ടാമത്തെയാണ്. അപ്പം എനിക്ക് തോന്നുന്നില്ല അധികകാലം എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. കാരണം നല്ല രീതിയിലുള്ള ഭീഷണിയാണ് എനിക്കിപ്പോൾ വന്നേക്കുന്നത്. പ്രത്യേകിച്ച് ഓട്ടോക്കാരെ നമുക്കറിയാം, അവർ എന്തും ചെയ്ത് കളയും. അപ്പം എനിക്കോ എൻ്റെ സ്ഥാപനത്തിനോ ആ കടയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരായിരിക്കും പൂർണ്ണ ഉത്തരവാദി. അതും കൂടെ ഞാൻ വ്യക്തമായിട്ടു. കാരണം നാളെ ഒരു വിധത്തിലുള്ള ഒരു പ്രശ്നവും ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻ ഒരു ഇഷ്യൂ ഉണ്ടാവരുത്. അതിനുവേണ്ടിയാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത്. എനിക്ക് എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും പൂർണ്ണ ഉത്തരവാദി അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നുമില്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന രീതിയിൽ അച്ഛൻ അടുത്ത് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു കാര്യം ഇടപെടരുത്, അങ്ങോട്ട് ചെല്ലത്തില്ലെന്ന രീതിയിൽ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നുമില്ല, ഒരു കാര്യത്തിൽ ഇടപെടാനും പോകുന്നില്ല. സോ ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദി പാൽക്കുറി ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കും. ഇതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എത്തേണ്ടിടത്ത് ഒരു ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. സോ അത്രയ്ക്ക് ഇഷ്യൂ ആണ് ഇന്ന് എനിക്ക് കിട്ടിയത്. അവരെന്നെ തല്ലിയില്ലാന്നേ ഉള്ളൂ, അത്ര രീതിയിലാണ് എല്ലാവരും കൂടെ, എല്ലാ ഓട്ടോക്കാരും കൂടെ എൻ്റെ അടുത്ത് കയറി വന്നത്. ശരിക്കും ഭയങ്കരമായിട്ട് പേടിയൊന്നുമില്ല. കാരണം നട്ടലിലൂടെ 5 ദിവസം ജീവിച്ചാൽ അത് മതി, അല്ലാതെ 10 ദിവസം പഴമായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മോർച്ചറിയിലാണ്. അപ്പം അവർക്ക് എന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും എത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പേടിയും കാര്യങ്ങളൊന്നുമില്ല. സോ ഇത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു സോ മച്ച്.